നമസ്കാരം, ഞാൻ മാത്യു. 142 മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്നത്തെ എൻ്റെ ബ്ലോഗ് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും 30 കിലോമീറ്റർ മാറി ഏത്തടുക്ക കിന്നിങ്ങാർ ബസ് റൂട്ടിൽ ഏത്തടുക്ക എന്ന മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും 2 കിലോമീറ്റർ മാറി ബസ് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന 1 ഏക്കർ 49 സെൻറ് സ്ഥലത്തെ പറ്റിയാണ്. റബ്ബറും തെങ്ങും കവുങ്ങും അതുപോലെ തന്നെ എല്ലാ ഫലവൃക്ഷങ്ങളും അടങ്ങിയ കുരുമുളക്, കൊക്കോ, പ്ലാവ്, മാവ് എന്നിവയടങ്ങിയ ചെറിയ ഒരു മനോഹരമായ പ്രോപ്പർട്ടി. ഓടിട്ട വീടാണ്. 4 മുറികളുള്ള ഒരു കൊച്ചു വീട്. വീടിൻ്റെ മുറ്റത്ത് തന്നെ ചെറിയ ഒരു കാലിത്തൊഴുത്തും ഉൾപ്പെടുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത, സാധാരണ ചെറിയ സ്ഥലങ്ങളിൽ കിണർ ലഭ്യമല്ല, ബോർവെല്ലാണ്. ഇവിടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരിക്കലും വറ്റാത്ത വെള്ളത്തോടു കൂടിയ ഒരു കിണറുണ്ട്. കിണറിനൊപ്പം തന്നെ ബോർവെല്ലും ഉൾപ്പെട്ടിട്ടുണ്ട്. റബ്ബറും കവുങ്ങും തെങ്ങും ഈ 3 ഇവിടുത്തെ പ്രധാന വിളകൾ. മാത്രമല്ല എല്ലാ ഫലവൃക്ഷങ്ങളും, കുരുമുളക്, കൊക്കോ, പ്ലാവ്, മാവ്, ചെറുനാരകം, എല്ലാ ഫലവൃക്ഷങ്ങളും വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. വലിയ ഇറക്കമല്ല, ചെറിയ ചെരിവുണ്ട് പ്രോപ്പർട്ടിക്ക്. 200 മീറ്ററോളം ബസ് റോഡ് ഫ്രണ്ടേജുള്ള പ്രോപ്പർട്ടിയാണിത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടത് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള റോഡാണ്. അതായത് 2 സൈഡിലും റോഡ് സൗകര്യമുണ്ട്. 105 ഇനത്തിൽപ്പെട്ട 140ഓളം റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്. നിങ്ങൾ കണ്ടു കാണും, വലിയ പ്രായമായ റബ്ബറല്ല, ചെറുതായിട്ട് ഒരു വർഷം കഷ്ടി ടാപ്പ് ചെയ്ത മരമാണ്. കായ്ഫലമുള്ള തെങ്ങുകൾ 20 എണ്ണമുണ്ട്. അതുപോലെ നല്ല ഇനത്തിൽപ്പെട്ട കവുങ്ങ് കായ്ച്ചുകൊണ്ടിരിക്കുന്ന 250ഓളം കവുങ്ങുകൾ ഈ പ്രോപ്പർട്ടിയിൽ കായ്ഫലം തന്നുകൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞു വീടിനും 1 ഏക്കർ 49 സെൻറ് സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക ഏക്കറിന് 28 ലക്ഷം രൂപയാണ്. വിലയിൽ ചെറിയ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്, വലുതല്ല. ഈ സ്ഥലത്ത് നിന്നും ബദിയടുക്ക ടൗണിലേക്ക് 10 കിലോമീറ്റർ ദൂരവും മുള്ളേരിയ 12 കിലോമീറ്ററും കാസർഗോഡ് 30 കിലോമീറ്റർ ദൂരവുമുണ്ട്. കുമ്പടാജെ പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എനിക്ക് ഫോർവേഡ് ചെയ്തു തരിക. അതായത് വാട്സപ്പിൽ. ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആരെങ്കിലും വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ മാത്രം, അത് ചിലപ്പോൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഫോൺ എടുക്കാൻ സാധിക്കാറില്ല, അത് ദയവായി മനസ്സിലാക്കുമല്ലോ. ഇതുവരെ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.